ഹായ് ഓൾ. സോ നമ്മൾ ഓപ്ഷൻ ലേണിംഗ് സീരീസിൽ ആദ്യം നമ്മളൊരു വീഡിയോ ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ഓപ്ഷൻ ട്രേഡിങ്ങിൽ നടക്കുന്ന ബിസിനസ് എന്താണ്. അപ്പം എല്ലാവർക്കും അറിയാം ഓപ്ഷൻ ട്രേഡിംഗ് എന്താണെന്നറിയാം. അതായത് കോൾ ഓപ്ഷൻ ഉണ്ട്, പുട്ട് ഓപ്ഷൻ ഉണ്ട്, അത് ബൈ ചെയ്യാം. അതുപോലെ സെല്ലേഴ്സ് ഉണ്ട്, ഓപ്ഷൻ ബയേഴ്സ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ചെറിയൊരു ധാരണ ഉണ്ടായിരിക്കും. പക്ഷേ ഓപ്ഷൻ ട്രേഡിങ്ങിൽ നടക്കുന്ന ബിസിനസ് എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ട് വേണം നമ്മൾ ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ തന്നെ. അപ്പം നിങ്ങൾ എന്തായാലും ആ ഒരു വീഡിയോ തീർച്ചയായിട്ടും കാണണം. ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ആ ഒരു ബിസിനസ് എന്താണ്, അതിൻ്റെ പിന്നിൽ നടക്കുന്ന ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഓപ്ഷൻ ബൈയിങ് എന്താണ്, സെല്ലിംഗ് എന്താണെന്നൊക്കെ പഠിക്കാൻ തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. സോ ഇന്നത്തെ ടോപ്പിക്ക് നമ്മുടെ എന്ന് പറയുന്നത് ഓപ്ഷൻ ബൈയിങ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഓപ്ഷൻ ബൈയിങ്, എന്തെല്ലാം ഇതിലുണ്ട്, അതെങ്ങനെ ചെയ്യാം. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഏതൊരാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാനിന്ന് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാവുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ടോപ്പിക്ക്, വാട്ട് ഈസ് ഓപ്ഷൻ ബൈയിങ്? എന്താണ് ഓപ്ഷൻ ബൈയിങ്? When you buy an option, you are paying a premium to acquire the right to either buy an underlying asset at a predetermined price, അതായത് സ്ട്രൈക്ക് പ്രൈസ് വിത്തിൻ എ സ്പെസിഫിക് ടൈം ഫ്രെയിം. അതായത് നമ്മൾ ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ബിസിനസ്സിനെ സംസാരിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഭാവിയിൽ ഈ ഒരു സ്ട്രൈക്ക് പ്രൈസ് ഇവിടെ വരെ എത്തും, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരു സ്പോട്ട് പ്രൈസ് ഇവിടെ വരെ എത്താം എന്നുള്ളൊരു നിഗമനത്തിന് പുറത്ത് നമ്മളൊരു ടോക്കൺ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടോക്കൺ എന്ന് പറയുന്ന ആ ഒരു പൈസ ഉണ്ടല്ലോ, ആ ഒരു പൈസേനെയാണ് നമുക്ക് പ്രീമിയം എന്ന് വിളിക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രീമിയം എന്താണെന്ന് അറിയാം. അപ്പോൾ ഈ പ്രീമിയത്തിനെ നമുക്ക് ബൈ ചെയ്യാം. മനസ്സിലാവുന്നുള്ളൂ. ആ പ്രീമിയത്തിൽ നടക്കുന്ന ഒരു ബിസിനസ് ആണല്ലോ ഈ ബൈയിങ് സെല്ലിങ്ങും. അതിൽ നമുക്ക് പ്രീമിയത്തിനെ ബൈ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിന് പറയുന്നതാണ് ഓപ്ഷൻ ബൈയിങ്. അപ്പം ഈ പ്രീമിയം, കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ, ഈ രണ്ടും നമ്മൾ ബൈ ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സാണ് ഓപ്ഷൻ ബൈയിങ്. അപ്പം പ്രീമിയം എന്തെല്ലാം ഉണ്ട്? ഒന്ന് കോൾ ഓപ്ഷൻ ഉണ്ട്, CE, പുട്ട് ഓപ്ഷൻ ഉണ്ട്, PE. അപ്പോൾ ഈ കോളും പുട്ടും വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാനാണെങ്കിൽ, നമ്മളൊരു ഓപ്ഷൻ ബൈയറാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബൈ ചെയ്യാനേ സാധിക്കുള്ളൂ. ഇപ്പോൾ മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോവുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ്റെ വിലയും കൂടും. അപ്പോൾ നമുക്ക് എന്ത് വാങ്ങാം? നമുക്കൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. ഇനി മാർക്കറ്റ് താഴേക്ക് വരികയാണെങ്കിലോ നമുക്ക് കോള് സെല്ല് ചെയ്യാൻ പറ്റില്ല. കാര്യം നമ്മൾ ഓപ്ഷൻ ബൈയേഴ്സാണ്. ഓപ്ഷൻ സെല്ലേഴ്സ് വേറെ ഉണ്ട്. നമ്മൾ ഓപ്ഷൻ ബൈയിങ്ങിലാണ് ഇപ്പം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? മാർക്കറ്റ് താഴേക്കാണ് പോകുന്നതെങ്കിൽ നമുക്കൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. കാര്യം എന്താണ്? ഇൻഡെക്സ് താഴേക്ക് വരുമ്പോൾ പുട്ട് ഓപ്ഷൻ്റെ വില കൂടും, ഇൻഡെക്സ് അപ്സൈഡിലേക്ക് വരുമ്പോൾ കോൾ ഓപ്ഷൻ്റെ വിലയും കൂടും. അപ്പം നിങ്ങൾക്ക് ഇവിടെ ബൈയിങ്ങിലെ ഒരു ബിസിനസ് മനസ്സിലായല്ലോ. മാർക്കറ്റ് അപ്സൈഡിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് കോൾ ഓപ്ഷൻ്റെ വില കൂടും. നമുക്ക് ചെറിയ വിലയിൽ വാങ്ങി വലിയ വിലയിൽ വിറ്റാൽ ലാഭം നമ്മുടെ കയ്യിലിരിക്കും. അതേപോലെ മാർക്കറ്റ് ഇൻഡെക്സ് താഴേക്കാണ് വരുന്നതെങ്കിൽ ഈ പുട്ട് ഓപ്ഷൻ്റെ വില കൂടും. അപ്പം നമുക്ക് എന്ത് വാങ്ങാം? ഉയർന്ന താഴത്തെ വിലയിൽ നിന്നും പുട്ട് ഓപ്ഷനെ വാങ്ങി ഉയർന്ന വിലയിൽ വിറ്റ് ലാഭം എടുക്കാം. അപ്പം ഇതാണ് ഒരു ഓപ്ഷൻ ബൈയിങ് എന്ന് പറഞ്ഞാൽ. മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോവുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യണം, മാർക്കറ്റ് താഴേക്ക് വരികയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യണം. അപ്പം ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് മണിനെസ് ഓഫ് ആൻ ഓപ്ഷൻ കോൺട്രാക്ട്. അപ്പം ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റിൽ ഒരുപാട് സ്ട്രൈക്കുകളുണ്ട്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, നിഫ്റ്റി 25,000 എന്ന് പറയുന്ന സ്പോട്ട് പ്രൈസിൽ നിൽക്കുകയാണെങ്കിൽ ഈ 25,000 മേളിലേക്കും താഴേക്കും ഓരോ 50യുടെ ഡിറ്റർമൈനിൽ നമുക്ക് സ്ട്രൈക്കുകൾ അവൈലബിൾ ആണ്. ഡിനോമിനേഷനിൽ നമുക്ക് സ്ട്രൈക്ക് അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ നമുക്കതിൽ 3 കാര്യങ്ങളുണ്ട്. അത് ഏതാണ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ITM, ഇൻ ദ മണി. സെക്കൻഡ് വൺ ATM, അറ്റ് ദ മണി. തേർഡ് വൺ OTM, ഔട്ട് ഓഫ് ദ മണി. അപ്പോൾ ഈ ഒരു ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണിയുടെ ഒരു ഷോർട്ട് ഫോമാണ് ITM, ATM, OTM. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഓപ്ഷൻ ബയർ മസ്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അറ്റ് ദ മണി ഏത്, ഇൻ ദ മണി ഏത്, ഔട്ട് ഓഫ് ദ മണി ഏത്. അപ്പോൾ നമുക്കിതിൽ നോക്കാം എന്താണ് ഈ 3 കാര്യങ്ങളെന്ന്. ആദ്യം ഇൻ ദ മണി എന്താണെന്ന് നോക്കാം. എ കോൾ ഓപ്ഷൻ ഈസ് സെഡ് ടു ബി ഇൻ ITM ഇഫ് ദ സ്ട്രൈക്ക് പ്രൈസ് ഈസ് ലെസ് ദാൻ ദ കറൻറ്റ് സ്പോട്ട് പ്രൈസ്. അപ്പോൾ ഈ ഒരു വേർഡ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ITM ആകണമെങ്കിൽ സ്ട്രൈക്ക് പ്രൈസ് സ്പോട്ട് പ്രൈസിനേക്കാൾ ചെറുതായിരിക്കണം. ഇപ്പം ഒരു എക്സാമ്പിൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസ് ഇപ്പം നിൽക്കുന്ന വിലയെന്ന് പറയുന്നത് 24,500 ആയിരിക്കെ. അതായത് ഇവിടെയാണ് ഇപ്പോൾ നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ്റെ ITM എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ കോൾ ഓപ്ഷൻ സെറ്റ് ടു ബി ITM ഇഫ് ദ സ്ട്രൈക്ക് പ്രൈസ് ഈസ് ലെസ് ദാൻ ദ കറൻറ്റ് സ്പോട്ട് പ്രൈസ്. അപ്പം ഈ 24,500 താഴേക്കുള്ള, അതായത് അതിനേക്കാളും ചെറിയ സ്ട്രൈക്ക് പ്രൈസുകളാണ് ഈ ഒരു കോൾ ഓപ്ഷൻ്റെ ITM എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ 24,500. ഇതിനേക്കാളും ചെറിയ സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ എത്രയാണ്? 450, 400, 350, 300 സോ ഓൺ. അതെല്ലാം ഒരു കോൾ ഓപ്ഷൻ്റെ ITMകളാണ്, ITM സ്ട്രൈക്ക് പ്രൈസുകളാണ്. അതേപോലെ ഒരു പുട്ട് ഓപ്ഷനിൽ അതെങ്ങനെ വരും? പുട്ട് ഓപ്ഷനിൽ വരുമ്പം
എ പുട്ട് ഓപ്ഷൻ സെഡ് ടു ബി ITM ഇഫ് ദ സ്ട്രൈക്ക് പ്രൈസ് ഈസ് മോർ ദാൻ ദ കറൻറ്റ് സ്പോട്ട് പ്രൈസ്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു സ്ട്രൈക്ക് പ്രൈസ് ഇതിനേക്കാളും ഉയർന്ന തുകകളായ ഈ ഒരു സ്പോട്ട് പ്രൈസിന് 24,500 എന്ന് പറയുന്ന ഈ സ്പോട്ട് പ്രൈസിനേക്കാളും ഉയർന്ന തുകകളായ സ്ട്രൈക്ക് പ്രൈസുകളാണ് ഒരു പുട്ട് ഓപ്ഷൻ്റെ ITM. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 24,500-നേക്കാളും ഉയർന്ന സ്ട്രൈക്ക് പ്രൈസുകൾ എന്ന് പറയുമ്പം 550, 600, 650 താഴെ മേളിലേക്ക് എത്രയോ പോകുന്നു അത്രയും തന്നെ ഒരു പുട്ട് ഓപ്ഷൻ്റെ ITM ആണ്. അപ്പോൾ കോൾ ഓപ്ഷൻ്റെ ITM വരുമ്പോൾ എന്താണ്? സ്പോട്ട് പ്രൈസിനേക്കാൾ ചെറുതാണ് കോൾ ഓപ്ഷൻ്റെ ITM. പുട്ട് ഓപ്ഷൻ്റെ ITM വരുമ്പം സ്പോട്ട് പ്രൈസിനേക്കാളും ഉയർന്ന സ്ട്രൈക്ക് പ്രൈസുകളാണ് പുട്ട് ഓപ്ഷൻ്റെ ITM. അപ്പോൾ അതേപോലെ നമുക്കിനി അറ്റ് ദ മണി നോക്കാം. ATM ഈ പേരിൽ തന്നെ ഉണ്ട് അറ്റ് ദ മണി. ഇപ്പോൾ ഇൻഡെക്സ് എവിടാണോ നിൽക്കുന്നത് ആ നിയറസ്റ്റ് സ്ട്രൈക്കിനെ നമുക്ക് അറ്റ് ദ മണി എന്ന് പറയാം, ബോത്ത് കോളിനും പുട്ടിനും. സോ ഇവിടെ നമ്മൾ എടുത്തേക്കുന്നത് 24,500-ലാണ് നിഫ്റ്റി ഇപ്പം നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ 24,500 എന്ന് പറയുന്ന ആ ഒരു സ്ട്രൈക്ക് പ്രൈസ് തന്നെയാണ്, ആ സ്പോട്ട് പ്രൈസ് തന്നെയാണ് കോൾ ഓപ്ഷൻ്റെ ATM പുട്ട് ഓപ്ഷൻ്റെയും ATM. അപ്പോൾ രണ്ടിൻ്റെയും ATM എന്ന് പറയുന്നത് നിയറസ്റ്റ് നിൽക്കുന്ന, ഇപ്പോൾ ഇതൊരു എക്സാമ്പിൾ ഇപ്പോൾ 24,490 ആയിരുന്നിരിക്കരുത്, അപ്പോഴും 24,500 നിയറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ അറ്റ് ദ മണി എന്ന് പറയുമ്പോൾ. ഇനി ഔട്ട് ഓഫ് ദ മണി എന്താണെന്ന് നോക്കാം. എ കോൾ ഓപ്ഷൻ ഈസ് സെഡ് ടു ബി ഇൻ OTM ഇഫ് ദ സ്ട്രൈക്ക് പ്രൈസ് ഈസ് മോർ ദാൻ ദ കറൻറ്റ് സ്പോട്ട് പ്രൈസ്. ഇപ്പം ഒരു കോൾ ഓപ്ഷൻ്റെ OTM എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്പോട്ട് പ്രൈസിനേക്കാളും ഉയർന്ന തുകകൾ. ഇപ്പം 24,500-ലാണ് നിൽക്കുന്നതെങ്കിൽ കോൾ ഓപ്ഷൻ്റെ OTM എന്ന് പറഞ്ഞാൽ ഈ 500-നേക്കാളും ഉയർന്ന തുകകൾ, അതായത് 550, 600, 650 ഇതെല്ലാമാണ് ഒരു കോൾ ഓപ്ഷൻ്റെ OTM. ഇനി അത് പുട്ട് ഓപ്ഷനിൽ എങ്ങനെ വരും? എ പുട്ട് ഓപ്ഷൻ ഈസ് സെഡ് ടു ബി OTM ഇഫ് ദ സ്ട്രൈക്ക് പ്രൈസ് ഈസ് ലെസ് ദാൻ ദ കറൻറ്റ് സ്പോട്ട് പ്രൈസ്. അപ്പം ഈ സ്പോട്ട് പ്രൈസ് ആയി 24,500-നേക്കാളും ചെറിയ തുകകളായ സ്ട്രൈക്ക് പ്രൈസുകളാണ് ഒരു പുട്ട് ഓപ്ഷൻ്റെ OTM. സോ 24,500-ലാണ് നിൽക്കുന്നത്. ഒരു പുട്ടിൻ്റെ OTM എന്ന് പറയുമ്പം ഈ 24,500-നേക്കാളും ചെറിയ സ്ട്രൈക്കുകളായിരിക്കും. അപ്പം 450, 400 ഇതാണ് ഈ മണിനെസ് ഓഫ് ആൻ ഓപ്ഷൻ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സിമ്പിളാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഈ ഒരു ടേബിൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കത് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. ആ ഒരു അറ്റ് ദ മണി ഏതാണ്, ഔട്ട് ഓഫ് ദ മണി ഏതാണ്, ഇൻ ദ മണി ഏതാണ് എന്നുള്ളത്. ഇനി നമുക്കൊരു ഓപ്ഷൻ ചെയിനിൽ പോയിട്ട് ഇത് കുറച്ചും കൂടെ സിമ്പിളായിട്ട് കാണാം. ഇതാണ് നമുക്കിപ്പം നിഫ്റ്റിയുടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ഓപ്ഷൻ ചെയിൻ എന്ന് പറയുന്ന ഇതാണ്. അതായത് നമുക്ക് ഓരോ സ്ട്രൈക്കിനും ഓരോരോ പ്രീമിയത്തിന് വില ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞു കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഉണ്ട്, ഓരോ സ്ട്രൈക്കിനും ഉണ്ട് ആ ഒരു പ്രീമിയത്തിൻ്റെ വില. അപ്പോൾ അത് 24,650 ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് നിൽക്കുന്നത് 24,648-ലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ നിയറസ്റ്റ് ആയിട്ട് ഉള്ള സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഏതാണ്? 650. അപ്പോൾ അത് തന്നെയാണ് ഒരു കോൾ, ഈ സൈഡിൽ കോൾ ഓപ്ഷനും ഈ സൈഡിൽ പുട്ട് ഓപ്ഷനുമാണ്. അപ്പം ഈ 24,650 തന്നെയാണ് ഈ കോളിൻ്റെ അറ്റ് ദ മണിയും പുട്ടിൻ്റെ അറ്റ് ദ മണിയും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി നമുക്കൊരു കോൾ ഓപ്ഷൻ്റെ ഇൻ ദ മണി ഏതാണെന്ന് നോക്കാം. അപ്പം എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? കോൾ ഓപ്ഷൻ്റെ ഇൻ ദ മണി എന്ന് പറയുമ്പോൾ സ്പോട്ട് പ്രൈസിനേക്കാളും ചെറിയ സ്ട്രൈക്ക് പ്രൈസുകൾ. അപ്പം 650-നേക്കാളും ചെറുതെന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്കെല്ലാം ചെറുതാണ്. അപ്പോൾ ഇതെല്ലാമാണ് ഒരു കോൾ ഓപ്ഷൻ്റെ ITM. അതേപോലെ ഇനി ഒരു പുട്ട് ഓപ്ഷൻ്റെ ITM എന്ന് പറയുമ്പം ആ സ്പോട്ട് പ്രൈസിനേക്കാളും ഉയർന്ന തുകകൾ. അപ്പം 650, 700, 750 ഇതെല്ലാമാണ് ഇതിൻ്റെ ITM. ഇനി OTM-ൻ്റെ കണക്ക് വരുമ്പോഴോ കോൾ ഓപ്ഷൻ്റെ OTM എന്ന് പറഞ്ഞാൽ സ്പോട്ട് പ്രൈസിനേക്കാളും ഉയർന്ന തുകകൾ. അപ്പം 650-ന് മേളിലേക്കുള്ള സ്ട്രൈക്കുകളെല്ലാം ഒരു കോൾ ഓപ്ഷൻ്റെ OTM ആകുന്നു. അതേപോലെ ഒരു പുട്ട് ഓപ്ഷൻ്റെ OTM എന്ന് പറയുമ്പം ഈ 650-നേക്കാളും ചെറുത്. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഇൻ്റർചേഞ്ച് അത്രേ ഉള്ളൂ. അതായത് ഇവിടെ വരുമ്പം കുറഞ്ഞ തുകകൾ എന്ന് പറയുന്നത് കോളിൻ്റെ ITM ആകുമ്പം അത് പുട്ടിൻ്റെ എന്തായി മാറും? അത് പുട്ടിൻ്റെ OTM ആയി മാറും. അപ്പോൾ ഇത് ജസ്റ്റ് ഇൻ്റർചേഞ്ച് ആണ് കാര്യം. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രീമിയത്തിൻ്റെ തുകയാണ്. ഇവിടെ നമുക്ക് ഓരോ സ്ട്രൈക്കിന് ഇവിടെ ഈ LTP എന്ന് കൊടുത്തേക്കുന്നത് ഓരോ പ്രീമിയത്തിൻ്റെ വിലയാണ്. ഇപ്പം നമ്മൾ ബൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു പ്രീമിയത്തിൻ്റെ എമൗണ്ടാണ് നമ്മൾ ബൈ ചെയ്യുന്നത്. ഇനി ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിത് ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കാൻ പറ്റില്ല, പകരം ലോട്ടിൻ്റെ സൈസായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്കിപ്പോൾ ഒരു 24,600-ൻ്റെ കോൾ ഓപ്ഷൻ ITM-ലുള്ള ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ 113 വെച്ചിട്ട് ഒരു ക്വാണ്ടിറ്റി വാങ്ങാൻ കഴിയില്ല. നമുക്ക് ഇതിൻ്റെ ഇപ്പോഴുള്ള ചേഞ്ച് എന്ന് പറയുന്നത് നേരത്തെ ഇത് 50 ആയിരുന്നു ഞാൻ തുടങ്ങിയ സമയത്ത്, ഇപ്പം ഇത് 25 ആയിട്ടുണ്ട് നമ്മുടെ നിഫ്റ്റിയുടെ. അപ്പോൾ ഒരു ലോട്ട് എന്ന് പറയുന്നത് 25 ക്വാണ്ടിറ്റിയാണ് 1 ലോട്ട്. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ഈ 113 × 25 ഇത്രയും നമ്മൾ വാങ്ങിയിരിക്കണം. അപ്പോൾ ഇതാണ് ഒരു കോൾ ഓപ്ഷൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രീമിയത്തിൻ്റെ വില നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ, അതായത് ഇൻ ദ മണിയിലേക്ക് പോകുമ്പം പ്രീമിയത്തിൻ്റെ വില കൂടും, ഔട്ട് ഓഫ് ദ മണിയിലേക്ക് വരുമ്പോൾ പ്രീമിയത്തിൻ്റെ വില കുറയും. അത് ബോത്ത് കോളിലാണേലും പുട്ടിലാണേലും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അറ്റ് ദ മണിയിൽ നിൽക്കുന്നതിന് 82 രൂപ വിലയുണ്ട്.
ഒരു കോൾ ഓപ്ഷൻ്റെ പ്രീമിയത്തിന്. പക്ഷേ നമ്മൾ ITMലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വില കൂടുന്നു. ഔട്ട് ഓഫ് ദ മണിയിലേക്ക് പോകുമ്പോൾ വില കുറയുന്നു. സെയിം തന്നെ പുട്ടിൽ നമ്മൾ നിൽക്കുന്നത് 73.8 നമ്മളിപ്പോൾ ഒരു അറ്റ് ദ മണി നിൽക്കുന്നത്. അപ്പം ഇവിടുന്ന് നമ്മൾ ITMലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വില കൂടുന്നു. OTMലേക്ക് പോകുമ്പോൾ വില കുറയുന്നു. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ITMയിൽ പോകുമ്പോൾ വില കൂടുന്നതും OTMയിൽ പോകുമ്പോൾ വില കൂടുന്നതും നമുക്ക് നോക്കാം. സോ ഇതിൻ്റെ OTMനൊക്കെ വില കുറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ ഒരു സ്ട്രൈക്ക് ഇപ്പം മാർക്കറ്റ് ഇന്ന് എക്സ്പയർ ആകുകയാണെന്ന് നിങ്ങൾ കരുതുക. അതായത് ഇപ്പം സമയം 1 മണി ആയിട്ടുണ്ട്. ഇന്നൊരു 3:30 ആകുമ്പോൾ മാർക്കറ്റ് എക്സ്പയറി ആണെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഔട്ട് ഓഫ് ദ മണി പൊസിഷൻ എല്ലാം 0 ആയി മാറും. ഔട്ട് ഓഫ് ദ മണിക്ക് ഒന്നും വിലയില്ലാണ്ടാവും. അപ്പം നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഒരു ബിസിനസ് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സ്പയറി സമയം, ആ ഒരു കോൺട്രാക്റ്റ് എക്സ്പയറി ആകുന്ന സമയം ആ സ്ഥലത്തിൻ്റെ വില എത്രയുണ്ടോ അതനുസരിച്ചാണ് നമ്മുടെ ലാഭവും നഷ്ടവും ഇരിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെയിം സംഭവം തന്നെ നമ്മൾ എക്സ്പയറി ആകുന്ന സമയത്ത്, ഇപ്പം ഒരു എക്സാമ്പിൾ എടുക്കാനാണെങ്കിൽ 24,800 കോൾ ഓപ്ഷന് എത്ര രൂപ വിലയുണ്ട്? 21 രൂപ വിലയുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ 24,650 നിന്ന് മാർക്കറ്റ് 24,800, അതായത് 150 പോയിൻറ്റ് ഇനി വരുന്ന സമയത്തിന് അത്രയും സമയത്തിനുള്ളിൽ മൂവ് ചെയ്താൽ മാത്രമേ ഈ ഒരു സ്ട്രൈക്ക് പ്രൈസിന് ഇവിടെ വിലയുള്ളൂ. അല്ലെങ്കിൽ ഇത് എന്തായി മാറും? വിലയില്ലാണ്ടാവും. ആ ഒരു കോൺട്രാക്ട് എക്സ്പയർ ആകുന്ന സമയത്ത് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന 24,650 നമ്മൾ പോയി 800 വാങ്ങിച്ചാൽ നമുക്ക് നഷ്ടമല്ലേ? നമ്മൾ 24,800 ബൈ ചെയ്യുന്നു, ഒരു കോൾ ഓപ്ഷൻ ഇവിടുന്ന് ബൈ ചെയ്യുന്നു. പക്ഷേ മാർക്കറ്റ് 24,650 എക്സ്പയർ ആയി പോയാൽ നമുക്ക് ഇവിടുന്ന് വില കിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൊടുത്ത പ്രീമിയം മുഴുവൻ 0 ആയി പോകും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബിസിനസ് ഇവിടെ വർക്ക് ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. അതുപോലെ എന്തുകൊണ്ടാണ് പക്ഷേ ITMന് വില കൂടുതൽ എന്തുകൊണ്ടാണെന്ന് നോക്കാം. അതായത് 24,500 എന്ന് പറയുന്നൊരു സ്ട്രൈക്കാണ് നമ്മൾ വാങ്ങിച്ച് വെച്ചിരുന്നത്. പക്ഷേ അതിപ്പോൾ 24,650 ഓൾറെഡി നമ്മുടെ ടാർഗറ്റും കഴിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നമുക്ക് പ്രോബബിലിറ്റി ഓൾറെഡി നമുക്ക് ഉറപ്പിക്കാം, ഇപ്പം നിൽക്കുന്നത് നമ്മൾ 100% ഷുവറിലാണ്. അതായത് മാർക്കറ്റ് നമ്മുടെ ടാർഗറ്റും കഴിഞ്ഞ് പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? ഈ ITMന് വില കൂടും. അപ്പം പ്രോബബിലിറ്റി അനുസരിച്ചാണ് ഇവിടെ വില കൂടുന്നതും കുറയുകയും ചെയ്യുന്നത്. അപ്പം മാർക്കറ്റ് മുമ്പോട്ട് ഇനിയും സഞ്ചരിച്ചാൽ മാത്രമേ നമ്മുടെ ടാർഗറ്റിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് പറ്റും? അവിടെ പ്രീമിയത്തിന് കുറവായിരിക്കും വില. അപ്പോൾ അത് 0യിലേക്ക് പോകാനുള്ള ചാൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ അവിടെ പ്രോബബിലിറ്റി കുറഞ്ഞു. നമുക്ക് ആ ഒരു ട്രേഡ് വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി കുറഞ്ഞുകൊണ്ട് നമുക്കവിടെ പ്രീമിയം കുറവായിരിക്കും. പ്രോബബിലിറ്റി കൂടുതലായതുകൊണ്ട് നമുക്കവിടെ പ്രീമിയം കൂടുതലുമായിരിക്കും. അവിടെ തന്നെ അത് തന്നെയാണ് ഈ പുട്ടിലും സംഭവിക്കുന്നത്. അപ്പം നമുക്ക് വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എവിടെയാണോ കൂടുതൽ അവിടെ മാത്രമേ നമുക്ക് പ്രീമിയത്തിന് വില ഉണ്ടാവുള്ളൂ, പ്രീമിയത്തിന് മൊമെൻറ്റോ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ പ്രീമിയം മൂവ് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു ഇപ്പം അങ്ങനെയാണ് ഞാൻ എന്തിന് ഈ 149 രൂപ കൊടുത്തിട്ട് ഈ ITMനുള്ളൊരെണ്ണം വാങ്ങണം, ഞാൻ 36 രൂപ കൊടുത്ത് ഇവിടുന്ന് ഒരെണ്ണം വാങ്ങിച്ചൂടെ, അപ്പോൾ എനിക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിച്ചൂടെ, എനിക്ക് കൂടുതൽ പ്രോഫിറ്റ് എടുത്തുകൂടെ എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് തോന്നിയാൽ അതിന് നമുക്ക് വേറൊരു കാര്യങ്ങളുണ്ട്. ഓപ്ഷൻ്റെ ഗ്രീക്സ് എന്ന് പറയും. ഓപ്ഷൻ ഗ്രീക്സ് എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ അതിലാണ് ഞാൻ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ഒന്നും പറഞ്ഞു പോകാനാണെങ്കിൽ, ഈ 650 നിൽക്കുന്ന മാർക്കറ്റ് ഒരു 100 പോയിൻറ്റ് മൂവ് ചെയ്ത് 750 എത്തിയെന്ന് വിചാരിച്ചു. നമ്മൾ ഇവിടെ നിന്നൊരു അറ്റ് ദ മണി വാങ്ങിയാൽ അത് എത്ര മൂവ് ചെയ്യുമെന്ന് നമുക്ക് ഓൾറെഡി മനസ്സിലാക്കാൻ പറ്റും. അതിനൊരു കണക്കുണ്ട്. ആ ഒരു കണക്ക് ഡെൽറ്റ വാല്യൂ വെച്ചിട്ടാണ്. ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഡെൽറ്റ വാല്യൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ഡെൽറ്റയുടെ വാല്യൂ വെച്ചിട്ടാണ് ആ മൂവ്മെൻറ്റ് നടക്കുന്നത്. പക്ഷേ ഈ അറ്റ് ദ മണിയിൽ നടക്കുന്ന മൂവ്മെൻറ്റ് ആയിരിക്കത്തില്ല ഔട്ട് ഓഫ് ദ മണിയിൽ നടക്കുന്നത്. അതായത് ഇവിടുന്ന് മാർക്കറ്റ് ഒരു 100 പോയിൻറ്റ് താഴേക്ക് മൂവ് ചെയ്താൽ അല്ലെ മേളിലേക്ക് മൂവ് ചെയ്താൽ കോൾ ഓപ്ഷൻ്റെ വില ഒരു 50 പോയിൻറ്റ് അറ്റ് ദ മണി മൂവ് ചെയ്യുമെന്ന് കരുതുകയാണെങ്കിൽ ഈ ഔട്ട് ഓഫ് ദ മണി എന്ന് പറയുന്നത് ചിലപ്പോൾ 10 പോയിൻറ്റൊക്കെ മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടുന്ന് വാങ്ങിയാൽ നമുക്കൊരു 50 പോയിൻറ്റ് കിട്ടുകയാണെങ്കിൽ, പക്ഷേ അത് നമ്മളിത് ഇവിടുന്ന് വാങ്ങുകയാണെങ്കിൽ, ഈ ഔട്ട് ഓഫ് ദ മണി വാങ്ങുകയാണെങ്കിൽ നമുക്ക് 10 പോയിൻറ്റ് 15 പോയിൻറ്റേ കിട്ടുള്ളൂ. പക്ഷേ അത് ITM വാങ്ങുകയാണെങ്കിലോ 60-70 പോയിൻറ്റ് നമുക്കവിടെ കിട്ടും. മാർക്കറ്റ് 100 പോയിൻറ്റ് മൂവ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അതാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്ത് തരം ട്രേഡ് ചെയ്താലും നിങ്ങൾ എപ്പോഴും അറ്റ് ദ മണിയിലെങ്കിലും മിനിമം ഒരു ഓപ്ഷൻ വാങ്ങാൻ നിങ്ങൾ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഈ പ്രീമിയത്തിന് മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാം. ഇൻട്രൻസിക് വാല്യൂ, ടൈം വാല്യൂ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രീമിയം ഇവിടെ കണ്ടു. ഇപ്പം 24,650 എന്ന് പറയുന്നത് ഈ കോൾ ഓപ്ഷൻ്റെ ATMന് 82 രൂപ വിലയുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ഈ 82 രൂപയും ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഈ പ്രൈസ് എന്ന് പറയുന്നത് ഇൻട്രൻസിക് വാല്യൂ പ്ലസ് ടൈം വാല്യൂ ആണ് ഇതിൻ്റെ പ്രീമിയം വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രീമിയം വാല്യൂവിൽ എത്ര ഇൻട്രൻസിക് വാല്യൂ ഉണ്ട്, എത്ര ടൈം വാല്യൂ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇൻട്രൻസിക് വാല്യൂ. So the intrinsic value of an option is the difference between the strike price of the option and the current market price of underlying asset.
അതായത് ഇപ്പം ഒരു കോൾ ഓപ്ഷൻ്റെ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത് കറൻറ്റ് പ്രൈസ് മൈനസ് സ്ട്രൈക്ക് പ്രൈസ്. നമുക്ക് ഇവിടെ നോക്കാം. ഇപ്പം ഒരു കോൾ ഓപ്ഷൻ്റെ ഇൻട്രിൻസിക് വാല്യൂ ഇപ്പോൾ അതായത് 24,600 അല്ലെങ്കിൽ 24,550 കൂട്ടാനുള്ള എളുപ്പത്തിന് നമുക്ക് 24,550 എടുക്കാം. ഈ 550-ന് 149 രൂപ വിലയുണ്ട്. അപ്പം ഇതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത് ഇപ്പം മാർക്കറ്റിൽ നിൽക്കുന്ന സ്പോട്ട് പ്രൈസ് എത്രയാണ്? 24,650. ഈ 650 മൈനസ് ഈ സ്ട്രൈക്ക് പ്രൈസ് ആണ് ഇവിടുള്ള ഇൻട്രിൻസിക് വാല്യൂ. അതായത് 24,650 മൈനസ് 550, അതായത് 100. പക്ഷേ ഇവിടെ എത്ര ഉണ്ട്? 149. അപ്പോൾ ഇവിടെ 100 രൂപയാണ് ഇതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂവും ബാക്കി 49 രൂപ എന്ത് വാല്യൂ ആണ്? ഇവിടെ രണ്ടാമൂന്നും കൊടുത്തിട്ടുണ്ട്. ബാലൻസ് ഉള്ളത് എന്താണ്? ടൈം വാല്യൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈം വാല്യൂ എന്ന് പറയുന്നത് എക്സ്പയറി സമയത്ത് പൂർണ്ണമായിട്ടും ഇല്ലാണ്ടായി മാറും. പിന്നെ നമുക്കുള്ളത് എപ്പോഴും നമുക്ക് ഇൻട്രിൻസിക് വാല്യൂ മാത്രമേ നമ്മുടെ കയ്യിലുണ്ടാവുള്ളൂ. പക്ഷേ നമുക്ക് ബൈ ചെയ്യുന്ന സമയത്ത് ടൈം വാല്യൂ ഉൾപ്പെടെ നമ്മൾ ബൈ ചെയ്യണം. അതാണ് ഒരു ഓപ്ഷൻ ബൈൻ്റെ റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം 24,650 നിൽക്കുന്ന മാർക്കറ്റ് ഒരു എക്സ്പയറി ആകുന്ന സമയത്ത് ഈ 24,650 തന്നെ എക്സ്പയർ ആകുകയാണെങ്കിൽ ഈ 24,600 എന്ന് പറയുന്ന കോൾ ഓപ്ഷന് എത്ര വിലയുണ്ടാവും? 650 മൈനസ് 600 = 50. 50 രൂപ ഇവിടെ വില ഉണ്ടാവാൻ പറ്റുള്ളൂ. ബാക്കി പൈസ എന്ന് പറയുന്നത് ഫുള്ള്, ബാക്കി പ്രീമിയം എന്ന് പറയുന്നത് ഫുള്ള് മെൽറ്റായിട്ട് ഇല്ലാണ്ടായി മാറും. അപ്പം ഇതാണ് ഇൻട്രിൻസിക് വാല്യൂ, ടൈം വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ പുട്ടിൻ്റെ എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പുട്ടിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഇൻട്രിൻസിക് വാല്യൂ ഓഫ് പുട്ട് = സ്ട്രൈക്ക് പ്രൈസ് മൈനസ് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്. അതായത് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ 24,550, ഈ 550 മൈനസ് കറൻറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ -100. നമ്മളവിടെ -100 എടുക്കുന്നില്ല, നമ്മളത് പ്ലസ് ആയിട്ട് തന്നെയാണ് കൂട്ടുന്നത്. സോ ഇവിടെ എന്ന് പറയുന്നത് -100, അതായത് 40 രൂപയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ -100 ആണ്. അതായത് ഇവിടെ ടൈം വാല്യൂ മാത്രമേ ഉള്ളൂ, ഇൻട്രിൻസിക് വാല്യൂ ഇല്ല. നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ 40 രൂപയാണ് പ്രീമിയത്തിന് വിലയുള്ളത്. പക്ഷേ എത്രയാണ്? -100 ആണ് ഈ ഒരു സ്ട്രൈക്കിലുള്ള ഇൻട്രിൻസിക് വാല്യൂ വരേണ്ടത്. പക്ഷേ 40 മൈനസ് 100 എന്ന് പറയുമ്പോൾ ഓൾറെഡി ഇൻട്രിൻസിക് വാല്യൂ അവിടെ 0 ആയി. ഇവിടെ ഉള്ളത് ടൈം വാല്യൂ മാത്രമാണ്, ഇൻട്രിൻസിക് വാല്യൂ അവിടെ ഇല്ല. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയുന്നത് OTM-ൽ എപ്പോഴും റിസ്ക് ആണ് ട്രേഡ് എടുക്കുന്നതെന്ന്. OTM-ന് എപ്പോഴും ടൈം വാല്യൂ മാത്രമേ ഉള്ളൂ, ഇൻട്രിൻസിക് വാല്യൂ അവിടെ ഇല്ല. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആകുമ്പോൾ ഒരു കോൾ ഓപ്ഷനിൽ നമുക്ക് കാണാം. ഇപ്പം നമ്മൾ പറഞ്ഞു ഈ സ്ട്രൈക്കിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഈ 24,750 മൈനസ് 650. സോ ഈ സ്ട്രൈക്കിൽ 100 രൂപയോളം നമുക്ക് ഇൻട്രിൻസിക് വാല്യൂ വരേണ്ടതാണ്. -100 രൂപയാണ് ഇൻട്രിൻസിക് വാല്യൂ. പക്ഷേ ഇവിടെ എത്ര ഉണ്ട്? 36 ഉള്ളൂ. അപ്പോൾ ഈ 36 എന്ന് പറയുന്നത് ടൈം വാല്യൂ ആണ്, അവിടെ ഇൻട്രിൻസിക് വാല്യൂ വന്നിട്ടില്ല. അതുകൊണ്ടാണ് OTM എടുക്കുമ്പോൾ എപ്പോഴും റിസ്ക് കൂടുതലാണെന്ന് പറയാനുള്ള കാരണം. സോ ഇനി നമുക്കൊരു ബ്രോക്കറിൻ്റെ ഇതിൽ പോയിട്ട് നമുക്കൊരു കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും എങ്ങനെ ബൈ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇവിടെ നമുക്കിപ്പോൾ നോക്കണം, മാർക്കറ്റ് ഇവിടെ നിൽക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നത് മാർക്കറ്റ് ഇവിടുന്ന് അപ്സൈഡിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഇവിടെ നിൽക്കുന്ന മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോവുകയാണെന്ന് എൻ്റെ ഒരു എന്ത് സ്റ്റഡിയുടെ പുറത്തായാലും ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ കോൾ ഓപ്ഷൻ ബൈ ചെയ്യണം അല്ലേ? ഇനി ഒരു കോൾ ഓപ്ഷൻ എങ്ങനെ ബൈ ചെയ്യാൻ പറ്റും നോക്കാം. നമ്മൾ ആദ്യം ഓപ്ഷൻ ചെയിനിൽ പോയിട്ട് നോക്കുക എത്ര സ്ട്രൈക്കിലൊക്കെ എത്ര പ്രീമിയത്തിന് വിലയുണ്ടെന്ന്. അതായത് 24,717 നിൽക്കുന്നത്. അപ്പം 24,700 ഇതിൻ്റെ അറ്റ് ദ മണി എന്ന് പറയുന്നത്, കോളിൻ്റെയും പുട്ടിൻ്റെയും. അപ്പോൾ എനിക്ക് കോൾ വാങ്ങണം. അപ്പോൾ ഞാൻ ഈ ഒരു അറ്റ് ദ മണിയിൽ തന്നെ നിൽക്കുന്ന കോൾ വാങ്ങണമെങ്കിൽ ഞാൻ ബ്രോക്കറിൻ്റെ സൈറ്റിൽ പോയിട്ട് ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ് നിഫ്റ്റി 24,700 എനിക്ക് ഇവിടെ. അപ്പോൾ ഒരുപാട് ഫിൻനിഫ്റ്റി ഇവിടെ ഇടയ്ക്ക് കയറി വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ നിഫ്റ്റി തന്നെ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. സോ ഞാനിവിടെ കോൺട്രാക്റ്റ് നോക്കുകയാണ്. നമുക്ക് ഓരോ വീക്കിലും എക്സ്പയറി ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാ വീക്കിലെയും കോൺട്രാക്റ്റ് അവൈലബിൾ ആണ്. സോ നമ്മൾ ആ ഒരു എടുക്കുന്ന സമയത്ത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. നിയറസ്റ്റ് എക്സ്പയറിയിലാണോ നമുക്ക് വേണ്ടതെങ്കിൽ ആ ഒരു എക്സ്പയറി ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടിരിക്കും. സോ നമ്മൾ അത് തന്നെ സെലക്ട് ചെയ്യുക. ഞാനിത് സെലക്ട് ചെയ്യുന്നു. സോ എനിക്കിവിടെ എത്ര രൂപ വിലയുണ്ട്? $141 വിലയുണ്ട്. സോ മാർക്കറ്റ് ഇവിടുന്ന് അപ്സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നിഫ്റ്റി ഇവിടെ നിൽക്കുന്ന നിഫ്റ്റി ഇവിടുന്ന് അപ്സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഈ കോൾ ഓപ്ഷൻ്റെ വില മേളിലേക്ക് പോകും. അതേപോലെ തന്നെ നിഫ്റ്റി താഴേക്ക് വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? പുട്ട് ഓപ്ഷൻ്റെ വില, അതായത് ഇവിടുന്ന് നിഫ്റ്റി താഴേക്ക് വരികയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ്റെ വിലയും കൂടും. സോ മേളിലേക്കാണ് പോകുന്നതെങ്കിൽ ഞാൻ ഇവിടുന്ന് ഈ പ്രീമിയം കൊടുത്തിട്ട്
കോൾ ഓപ്ഷൻ വാങ്ങും. അതേപോലെ തന്നെ പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ ഞാൻ നോക്കുന്നത് ഇപ്പോൾ 24,700 24,700 തന്നെ ഒരു കോൾ ഓപ്ഷനും അല്ല ഒരു പുട്ട് ഓപ്ഷനും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പി സോ പിക്ക് എത്ര വിലയുണ്ട്? 172 രൂപ വിലയുണ്ട്. അപ്പോൾ താഴേക്കാണ് മാർക്കറ്റ് പോകുന്നതെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഈ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും. സോ ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നിന്ന് മാർക്കറ്റ് താഴേക്ക് വരികയായിരുന്നു. സോ താഴേക്ക് വരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ നിൽക്കുന്ന മാർക്കറ്റ് താഴേക്ക് വന്നപ്പം എന്ത് സംഭവിച്ചു? പുട്ട് ഓപ്ഷൻ്റെ വില മേളിലേക്ക് പോയി. അതേപോലെ രാവിലെ സമയത്ത് മാർക്കറ്റ് ഇവിടെ നിന്ന് മേളിലേക്ക് പോയി. ആ സമയത്ത് കോൾ ഓപ്ഷൻ്റെ വില എന്ത് സംഭവിച്ചു? ഇവിടെ നിൽക്കുന്നതാണല്ലോ, ഇതാണല്ലോ ഈ നിൽക്കുന്നത്, അതാണ് ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പം മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോയപ്പം കോൾ ഓപ്ഷൻ്റെ വിലയും അപ്സൈഡിലേക്ക് പോയി. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഓപ്ഷൻ ബൈയിങ് എന്താണെന്ന്. സിമ്പിളായിട്ട് നമുക്ക് പറയാം, മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകുമ്പം കോൾ ഓപ്ഷൻ്റെ വില കൂടും, നമുക്ക് ആ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വരികയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ്റെ വില കൂടും, നമുക്ക് ആ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബൈയിങ് എന്താണെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നമുക്ക് നോക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓപ്ഷൻ ഗ്രീക്സ്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പ്രീമിയത്തിൻ്റെ വില മൂവ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പം ഒരു പ്രീമിയത്തിൻ്റെ വില മൂവ് ചെയ്യാനുള്ള റീസൺ, അതിനെ എന്തൊക്കെ കാര്യങ്ങൾ അഫക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പ്രീമിയം എത്ര മൂവ് ചെയ്യാം. അതായത് ഇപ്പം നമ്മളിവിടെ നിൽക്കുകയാണ്, മാർക്കറ്റ് ഇവിടുന്ന് ഒരു 200 പോയിൻറ്റ് താഴേക്ക് വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പുട്ട് ഓപ്ഷൻ്റെ വില കൂടും എന്ന് നമുക്ക് മനസ്സിലായി. അത് എത്ര വരെ നമുക്ക് പ്രീമിയം കൂടാമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഓപ്ഷൻ ഗ്രീക്സ് ആണ്. സോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ടോപ്പിക് എന്ന് പറയുന്നത് ഓപ്ഷൻ ഗ്രീക്സ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു ഓപ്ഷൻ ബൈക്കർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ടേംസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കണം. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വേണം മുമ്പോട്ട് പോകാനായിട്ട്. ജസ്റ്റ് വരുന്നു, എവിടെയൊക്കെയോ കണ്ടു, പുട്ട് വാങ്ങിച്ചോ കോള് വാങ്ങിച്ചോ എന്ന് കണ്ടു എന്നല്ലാതെ എന്താണ് ഇതിൽ നടക്കുന്നതെന്നും ഇതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്നും നമ്മൾ അകത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഓപ്ഷൻ ഗ്രീക്സ് എന്താണെന്ന് പഠിക്കാം. അപ്പോൾ അതുവരെ ബൈ.